കൊട്ടാരക്കരയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബി.ജെ.പി. സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥി രശ്മി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ത്രികോണ മത്സരമാണ്. ഈ പറയുന്നത് പോലെ ഒരു LDF UDF മാത്രം മത്സരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ NDAയും കൂടെ അതേ ശക്തിയിൽ വരുന്നു. എങ്ങനെയുണ്ട് പ്രചാരണങ്ങളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? പ്രചാരണങ്ങളെല്ലാം നന്നായി നടക്കുന്നു. മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി NDAയുടെ പ്രചരണം കൊട്ടാരക്കരയിൽ വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ബൂത്ത് തലം വരെ നന്നായി ചലിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പല ഇടങ്ങളിൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാനായി സാധിച്ചു. കോർണർ മീറ്റിംഗുകൾ അടക്കം നന്നായി നടക്കുന്നു. ഇനി കുടുംബ സംഗമങ്ങൾ ഉൾപ്പെടെ നടക്കാനുണ്ട്. സ്വീകരണ പരിപാടി ഇന്ന് 4ാമത്തെ പഞ്ചായത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ രണ്ട് കൈയും നീട്ടി പൊതുസമൂഹം എന്നെ സ്വീകരിച്ചു എന്നുള്ളത് അവരുടെ മുഖത്ത് നിന്നുള്ള സന്തോഷത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏറെ അറിയാവുന്ന പരിചിതമായിട്ടുള്ള ഒരു മുഖമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു? ഇതുവരെ ഭരിച്ചവരോടൊന്നും പറഞ്ഞിട്ട് നടന്നില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ? കുറെ വികസനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ബാലഗോപാൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ആ പ്രചരണങ്ങളെല്ലാം പൊള്ളയാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. നമുക്കറിയാം, ഇപ്പൊ ധാരാളം കല്ലിടിയിൽ മാമാങ്കങ്ങൾ, ഉദ്ഘാടന മാമാങ്കങ്ങളെല്ലാം നടത്തിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഈ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിയ റോഡിലൂടെ നമ്മൾ കടന്നുപോയാൽ റോഡിന്റെ രണ്ടു വശവും വളരെ മോശമായ രീതിയിലാണ്. ഇന്നലെ തന്നെ നീലേശ്വരം ഭാഗത്ത് റോഡ് പണിത മോശമായ സാഹചര്യത്തിൽ ഒരാൾക്ക് അപകടം സംഭവിച്ചു. അതടക്കം പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകിയാണ് ബാലഗോപാൽ മുന്നോട്ട് പോകുന്നത്. അതിലുപരിയായി 3 വർഷക്കാലം ഈ പ്രദേശത്തെ പ്രതിനിധീകരിച്ച MLA ആണ് UDFയുടെ സ്ഥാനാർത്ഥി. കാര്യമായ യാതൊരു മാറ്റവും ഈ പ്രദേശത്ത് കൊണ്ടുവരുവാൻ ഐഷാപോറ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായും മാറ്റം ഉണ്ടാകും. കൊട്ടാരക്കരയിൽ മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിനായി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി. എത്രത്തോളമുണ്ട് വിജയപ്രതീക്ഷ? 100% വിജയപ്രതീക്ഷയോടുകൂടിയാണ് ഞാനും എന്റെ സഹപ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്. കടുത്ത വെയിലാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പ്രചാരണം നടത്തുമ്പോൾ എങ്ങനെയുണ്ട്? കഠിനമാണോ പ്രചാരണ പ്രവർത്തനങ്ങൾ? യാതൊരു തടസ്സങ്ങളും ഇല്ലാതെയാണ് പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ഉച്ച സമയത്ത് മാത്രം കുറച്ച് വിശ്രമിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. എത്രമാത്രം വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല, ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് NDA സ്ഥാനാർത്ഥി പ്രതികരിക്കുന്നത്. വികസന നായിക, നമ്മുടെ പ്രിയപ്പെട്ട MLA ആയി വരാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട രശ്മി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കുള്ള സ്വീകരണ പരിപാടിയാണ് നടക്കുന്നത്. മണിയണ്ണ, മുരളീധരൻ ചേട്ടൻ, ബാബു ചേട്ടൻ,